ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായം 31 വാക്യം. യേശു പറഞ്ഞു, അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഒരഹങ്കാരിയായിരുന്നു. സഹപ്രവർത്തകർക്ക് ആർക്കും അയാളെ ഒന്നും ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. അയാൾ പറയുന്നത് മാത്രമായിരുന്നു അയാളുടെ ശരി. ഒരിക്കൽ ആ കപ്പൽ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൂരെ ഒരു മഞ്ഞുമല ഒഴുകി വരുന്നത് ക്യാപ്റ്റൻ കണ്ട് സഹപ്രവർത്തകരോട് ചോദിച്ചു, നാം ആ മഞ്ഞുമലയിൽ ഇടിച്ചാൽ എന്ത് സംഭവിക്കും? ഒരുവൻ പറഞ്ഞു, നിശ്ചയമായും ഇടിക്കാതെ നാം ദിശ മാറ്റിവിടണം. അതൊരു വലിയ മഞ്ഞുമലയാണ്. അതിലിടിച്ചാൽ നമ്മുടെ കപ്പൽ തകർന്നു പോകും. ക്യാപ്റ്റൻ, എൻ്റെ കപ്പൽ അങ്ങനെയൊന്നും തകരുന്നതല്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ തടവിലാക്കി. രണ്ടാമൻ പറഞ്ഞു, ക്യാപ്റ്റൻ, നമ്മുടെ കപ്പൽ വളരെ ശക്തിയുള്ളതാണ്, നേരെ വിട്ടോളൂ, ആ മല നമുക്ക് തകർക്കണം. മൂന്നാമൻ പറഞ്ഞു, എൻ്റെ കണ്ണിന് എന്തോ അസുഖമുണ്ട്, മരുന്ന് ഒഴിച്ചിരിക്കുകയാണ്, മല ശരിയായി കാണുവാൻ കഴിയുന്നില്ല. അല്പം സമയം കൂടി അവർ മുന്നോട്ട് പോയി കപ്പൽ നേരെ ചെന്ന് ആ മഞ്ഞുമലയിൽ ഇടിച്ചു, തകർന്ന് സമുദ്രത്തിൽ മുങ്ങി. ക്യാപ്റ്റനും കപ്പലിലുള്ള എല്ലാവരും മരണപ്പെട്ടു. സ്വന്തം ബലഹീനത മനസ്സിലാക്കുവാൻ കഴിയാത്തവർ ഈ ക്യാപ്റ്റനെ പോലെയാണ്. ഞാൻ ശക്തനാണെന്ന് സ്വയം കരുതിയതുകൊണ്ട് ശക്തനാവുമോ? അവരുടെ ശക്തി എത്രമാത്രം എന്ന് ഗ്രഹിക്കാതെ സ്വന്തം ശക്തിയിൽ നിഗളിച്ചതുകൊണ്ട് അവരുടെ ശക്തി എതിർക്കുവാൻ ആവുമോ? പല രാജാക്കന്മാരും ഭരണാധികാരികളും വിവിധ നിഗളത്തോടെ എതിരാളികളെയും അയൽ രാജ്യങ്ങളെയും വെല്ലുവിളിച്ച് നശിച്ചു പോകാൻ ഇടയായിട്ടുണ്ട്. നാം ശക്തരായിരിക്കാം, അതുകൊണ്ട് മഞ്ഞുമല ശക്തിരഹിതമാണെന്ന് കരുതുവാൻ പാടില്ല. ടൈറ്റാനിക് കപ്പലിന് സംഭവിച്ചത് അതുതന്നെയാണ്. നാം ശക്തരായതുകൊണ്ട് അവരിന് ശക്തിയില്ല എന്ന് കരുതുന്നത് ഭോഷത്വമാണ്. നിഗളം മനസ്സിനെ ബാധിച്ചാൽ യാഥാർത്ഥ്യം കാണുവാൻ കണ്ണില്ലാതെ പോകും. സ്തുതിപാഠകരുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവർക്കും അതുതന്നെയാണ് അവസ്ഥ. നമ്മുടെ അഭിപ്രായങ്ങളോട് വിയോജിക്കുന്നവരായിരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ അഭ്യുദയകാംക്ഷികൾ. സ്തുതിപാഠകരുടെ വാക്കുകളേക്കാൾ എതിരാളികളുടെയും വിയോജിക്കുന്നവരുടെയും വാക്കുകൾക്കാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവരെ അവഗണിക്കുന്നവർ മൂഢരാണ്. മാതാപിതാക്കളുടെ ശാസനയെ എതിർക്കുന്ന മക്കളെപ്പോലെയാണ് അവർ. ഇന്ന് പല ഭരണാധികാരികളും ഈ ക്യാപ്റ്റനെ പോലെ അഹങ്കാരികളാണ്. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എന്ന ചൊല്ല് വളരെ വാസ്തവമാണ്. സ്വന്തം ശക്തിയിൽ നിഗളിക്കാതെ അവരുടെ ശക്തി മനസ്സിലാക്കുന്നവർ മാത്രമേ വിജയികളാകുവാൻ സാധ്യതയുള്ളൂ. വ്യക്തികളായി ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാണ്. മഞ്ഞുമലയെ ഇടിക്കാതെ ശ്രദ്ധിക്കുന്നത് നല്ലത്. നാം ശക്തരെങ്കിൽ പോലും അതാണ് നല്ലത്. സ്വന്തം ബലഹീനത മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ ശക്തർ. വിനയപൂർവ്വം ബലഹീനതകളെ ഗ്രഹിച്ച് വിവേകത്തോടെ പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കണം. അതിനായി താഴ്മയോടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിലുള്ള എല്ലാ അഹങ്കാരവും മാറ്റി താഴ്മയും വിനയവും കർത്താവെ മറ്റുള്ളവരെ ആദരിക്കുന്നതായ നല്ല സ്വഭാവം കാഴ്ചവെക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.